അതുകൊണ്ടാണ് സുഖമില്ല. എന്താ ഞാൻ സെൻറ്ററിൽ കൂടി വേണ്ട ഹോൺ അടിക്കാം. ഓക്കെ, നമ്മൾ സൈഡിൽ കൂടി പോകുമ്പോൾ ഹോൺ അടിക്കാൻ പക്ഷെ ആ ഹോൺ അടിക്കുമ്പോൾ ആ ഹോണിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവന് യഥാർത്ഥത്തിൽ ഗംഭീര സാധനമൊന്നും വേണ്ടില്ല. പക്ഷെ മറ്റുള്ളവർ ശരണക്കാരാകുമ്പോൾ പറയല്ലേ അടിക്കും. ഒരു ഗ്രാമപ്രദേശമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോട്ടെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത സമയത്ത് നോക്കിയാണ് നമ്മൾ വരാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരക്കും ഒരു കാര്യമില്ല. നമ്മൾ ഈ സൈക്കിളിന് വരുന്നത് തന്നെ സത്യത്തിൽ ഒരു ചെറിയൊരു മലയൊക്കെ കാണാം. നമ്മൾ ഈ സൈക്കിളിന് വരുന്നത് തന്നെ സത്യത്തിൽ അഡ്വഞ്ചറസ്. നമ്മൾ ഇത്തരം ചെറിയ വഴികളും ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാളും ഇരിക്കണം. മാസ്ക് മാറ്റിയുണ്ട്. ഇപ്പോൾ ഇവിടെ കൈതച്ചക്ക, അണ്ണാറച്ചക്കയൊക്കെ കൃഷിയാണ്. പൈനാപ്പിൾ എന്ന് നമ്മൾ പറയുമെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ കൈതച്ചക്ക, അണ്ണാറച്ചക്ക നല്ല കയറ്റമാണേ. കയറ്റം കയറിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഓണ്ടന്മാരും ഇല്ലേ, അതെല്ലാം ഹോൺ നീട്ടിയിരിക്കാൻ എല്ലി വെച്ചാൽ ഇവർക്കൊക്കെ ഹോൺ അടിക്കാൻ ഇത്ര ഇൻട്രസ്റ്റാണ്. വീട്ടിൽ ഒരു ഹോൺ ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അടിച്ചിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ചോദിക്കണം. അത് നമ്മളൊക്കെ പരമാവധി ഹോൺ വെറുത്ത് ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ എറണാകുളം സിറ്റി റോഡരികിലൊക്കെ കൊണ്ടുവന്ന് താമസിച്ചവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇവിടെ നിന്നൊക്കെ പലരും സ്ഥലം വിറ്റൊക്കെ ആ ഭാഗത്തേക്ക് വരുന്ന അറിയുമ്പോൾ നമുക്ക് ചിരിയെ വരുന്നു. ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലത്തുനിന്ന് സ്ഥലമൊക്കെ വിറ്റ് ഇറങ്ങി ഇതിൻ്റെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. നമുക്കൊരു ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദാഹവും വിശപ്പൊന്നും ഉണ്ടാവാറില്ല. പൊതുവെ ചെയ്യുന്ന ജോലി പൂർത്തിയാകുന്നു. ഇവിടെയൊക്കെ വാഴക്കൃഷിയുണ്ടോ, നിറയെ വാഴക്കൃഷിയാണ്. ഉണ്ടോ, എല്ലാം കുലച്ച്. അവിടെ പഴയ നിർമ്മിതിയുണ്ട്. നേരെ കാണുന്നത് പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ, പഴയ കാലത്ത്. ഇവിടെ വഴി രണ്ടുമൂന്നായിട്ട് പിരിയുണ്ടല്ലോ, ചോദിക്കേണ്ടി വരും. റൈറ്റാണ്, റൈറ്റ് പോവാം. അപ്പം പുട്ട്, ചെറുകടികൾ. അപ്പം പുട്ടും ചെറുകടികളൊക്കെ ഉണ്ട്. മലയാളികൾ സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് പറയാനായിട്ട് 2:30 ആണ്. 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു കൊമ്പനാട് കഴിഞ്ഞു. കൊമ്പനാട് കഴിഞ്ഞ് ക്രാരിയേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ക്രാരിയേലി അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. അതൊന്ന് വറക്കാൻ കൂടെ. മലയാളികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കും. നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അതേസമയം ബംഗാളികളെ പണിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുന്നുണ്ട്. കാരണം അത് തട്ടിപ്പടത്താൻ വേണ്ടിയാണ് അവർ ബംഗാളികളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മലയാളികളാണെങ്കിൽ തട്ടിപ്പൊന്നും നടക്കില്ല. മലയാളി ജോലിക്കാരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പരമാവധി നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഇത്തരം നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ്
അത് സെറ്റ് ചെയ്യണം. പുതിയ വെളിച്ചെണ്ണയല്ല, മറ്റേ പാമ്പോയിലാണ്. വെളിച്ചെണ്ണ മുതലാവില്ല. നില കയറ്റണേ, ചവിട്ടി കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങോട്ട് ഇറക്കണം. അപ്പം നമുക്ക് ഈ കയറ്റം കയറിയാൽ ഇറക്കം കിട്ടും. ഗ്രാമപ്രദേശം കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. തണലുണ്ട്, നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. റോഡൽപ്പം എന്താ വെയിൽ കഴിഞ്ഞ് ഇറങ്ങിയാലോ. ഇതൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ചെറിയ നാടൻ ഹോട്ടലുകൾ. അങ്ങോട്ട് ഇവിടെയൊക്കെ വാഴക്കൃഷി ചെറിയ തോതിലൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കാണാം. ഇത് ശരിക്കൊരു കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോണത് കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോണത്. താഴേക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് റൈറ്റ് താഴേക്ക് താഴ്ചയാണ്. നല്ല താഴേക്കൊരു അങ്ങോട്ട് പോവാം. അപ്പം ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഴയ ഒരു ചേട്ടൻ ഉണ്ട്. അതിനോട് നാട്ടുമ്പുറേൻ്റെ ആൾക്കാരെ ശ്രദ്ധിക്കും. നല്ല ഇറക്കമുണ്ട്. തിരിച്ചിങ്ങനെയായിട്ട് പോകുമ്പോൾ കൊക്കയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പന്തീരഴിപ്പാറ, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പന്തീരഴിപ്പാറ എന്നാണ് സ്ഥലമാണ്. പന്തീരഴിപ്പാറ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ട്. പഴയ വീട് തട്ടിപ്പൊളിച്ചിട്ട് പുതിയത് ഇതിൻ്റെ. ഇപ്പോൾ ഇവിടെ ഒരു പഴയ വീടുണ്ട് അല്ലേ, പഴയ കാലത്ത്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പുതിയതായിട്ട് പണിതിട്ടുണ്ട്. അത് പൊളിച്ചിട്ടില്ല അവർ കേട്ടോ. എല്ലാവരും പഴയ വീട് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതാ, അത് പഴയതാണ്. അതിൻ്റെ അപ്പുറത്തൊരു പുതിയതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നേരെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രൈവറ്റാണ്, ഒരു റൈറ്റ് തിരിഞ്ഞ് പോവാം. ഇതൊക്കെ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്തെ കൂടി യാത്ര ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ പൊതുവെ അങ്ങനത്തെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, അത് നിറച്ചട്ട. ഇവിടെ ആണെങ്കിൽ ട്രാഫിക് ഇറക്കമുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് മലകളൊക്കെ കാണാൻ പറ്റും. അത് ഈ ക്യാമറയിൽ കാണുമെന്നറിയില്ല. എന്തോ ഷോക്കിനുള്ള ശബ്ദമായ ഏരിയ അല്ലേ. ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഇവിടെയുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണെന്ന് പറയാം. ഈ മരത്തിൻ്റെയും ചില്ലയും കാര്യങ്ങളും അല്ലാതെ ഫുഡ് വേസ്റ്റ് ചീഞ്ഞ മണം ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് അപ്പുറത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല. പുള്ളിക്കാരി ചുള്ളിയെ കുടിച്ച് പോകുന്നുണ്ട് അല്ല.
റബ്ബറും തോട്ടം ഉണ്ടോ? അപ്പം നമ്മൾ നിന്നെടുക്കണോണ്ടേ അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല ശരിക്കും. കൈതച്ചക്കട കണ്ണൂർ ഒരു ചെറിയൊരു കൈവഴി, കൈത്തോട് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ തോട്. ഇതൊക്കെ വാഴക്കൃഷിയും പലതും ഈ ഇടതുവശത്ത് കാണുന്നതൊക്കെ വാഴക്കൃഷിയാണ്. അവിടെ കയറ്റമുള്ളൂ. ശരിക്കും ഫോറസ്റ്റ് ഏരിയ മറ്റോ ഉണ്ടത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആണോന്നറിയില്ല. ഈ റബ്ബറും തോട്ടം ഗവൺമെൻറ് റബ്ബർ എസ്റ്റേറ്റാണ് ഇതൊക്കെ. മനുഷ്യനില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുഞ്ഞമ്മണി ഞാനും മാത്രം. അവിടെ നല്ലൊരു കയറ്റമുണ്ട്. നല്ല കുത്തനുള്ളൊരു കയറ്റം. ഈ ചെറിയ കയറ്റം വരും. അപ്പോൾ ആ കയറ്റം ചവിട്ടിക്കാറുണ്ട്. അതൊരു 80 കാലഘട്ടത്തിലെ, 80 അല്ല കേട്ടോ, അതിന് മുമ്പുള്ളതായിരിക്കുള്ളൂ. ഒരു 70 കാലഘട്ടത്തിൽ 70 ആയിരിക്കും. അതിന് മുമ്പൊക്കെ ഓല മേഞ്ഞ വീടല്ലായിരുന്നു. അന്നത്തെ ആളുകളുടെ തറവാടാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പഴയ വീടുകൾ തന്നെയാണ്, എല്ലാം സാധാരണ വീടുകളാണ്. ഇവിടെ കൃഷിപ്രദേശം വരുന്നത് ശരിക്കും കൃഷി സ്ഥലമായിരുന്നു. ഇവിടെ ചെറിയ കൈത്തോടൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോവാം. കുറച്ചും കൂടി പോകുമ്പോഴാണ് പാണിയേലിപ്പോര് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അയാൾ അങ്ങോട്ട് പോകാം നമുക്ക്.